السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ഹദീസ് നമ്പർ 218. ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിക്കുന്നത് സ്വാലിഹായ അമലുകളൊക്കെ ചെയ്തേൻ കണ്ടെങ്കിലും ആ അമൽ പിന്നൊരാളുക അതിലെ പ്രതിഫലം കിട്ടിപ്പോണ്ടേ എന്നുള്ളത്. അപ്പൊ ഞങ്ങളെ അമലുകൾ എടുത്ത് പിന്നൊരാളുക കൊടുക്കുക എന്നുള്ളത്. അതല്ലെങ്കിൽ ഞങ്ങളയിലെ അമല് ഞങ്ങൾ ചെയ്ത നിസ്കാരവും നോമ്പും ഇതുപോലത്തെ ഇബാദത്തുകൾക്കുള്ള പ്രതിഫലം പിന്നൊരാളുക കിട്ടുക. എന്നാ അത് കൊടുക്കുക ഞങ്ങളെ കയ്യിൽ ഇല്ലാണ്ടെങ്കിലോ തീർന്നു പോയെങ്കിലോ പിന്നൊരാളെ ദോഷം എടുത്തിട്ട് അങ്ങ് അനുഭവിക്കേണ്ട ശിക്ഷ ഊണ് കിട്ടു കൊടുക്കുക എന്നുള്ളത്. ഇത് ആഖിറത്തിൽ ഒരാള് അലക്ക എന്തും ഇല്ലാണ്ടായി പോണ്ടേ അല്ലെ. ഞങ്ങൾ ദുനിയാവില് മുഫ്ലിസ് ചൊല്ല അലക്ക പാപ്പർ സുട്ടു എന്തും ഇല്ല അവന്റെ കയ്യില്. അവൻ അലക്ക കയ്യിലെല്ലാം തീർന്നു പോയിട്ട് ബർബാദായി പോയിട്ടാൻ ചൊല്ലല്ലേ എന്നതുപോലെ ഒരു മനുഷ്യ അങ്ങനെ മുഫ്ലിസ് ചൊന്നിങ്ക ആറിട്ട് നബി തങ്ങ കേൾക്കുക എന്നിട്ട് വിവരിച്ചു കൊടുക്കുക. ആ ഹദീസായിട്ട് ഇത് നിങ്ങൾക്ക് ഹദീസ് നോക്കാം. وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ആക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചന്ത് അതദറൂന മനിൽ മുഫ്ലിസു, ആരാണ് മുഫ്ലിസ് നിങ്ങൾ ಗೊತ್ತಿಲ್ಲ? അലക്ക ബർബാദായിട്ട് അനിച്ചു എന്തും ഇല്ല അവന്റെ കയ്യിൽ അങ്ങനെയുള്ളവണ് ആറ്? ഖാലു സഹാബാക്കൾ ചെന്നറ് അൽ മുഫ്ലിസു മൻ ലാ ദിർഹമ ലഹു വലാ മതാ. മുഫ്ലിസ് ചെന്നെങ്കിൽ ഒരു ദിർഹമും അവന്റെ കയ്യിലില്ല, പിന്നെ ഒരു മച്ച ഒരു ചരക്ക് ദുനിയാട് ഒരു വസ്തു എന്ത് വിത്തിട്ടെങ്കിലും സമ്പാദിക്കുന്ന അതുമില്ല. അങ്ങനെയുള്ളവനാണ്. ഒരു റുപ്യ പോലും ഇല്ല, ഒരു സ്വത്തും ഇല്ല, എന്തും ഇല്ലാത്തവന്. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, നന്റെ ഉമ്മത്തിൽപ്പെട്ട മുഫ്ലിസ് മൻ യഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലൊർത്ത ബണ്ട. മൻ ഒരുത്തൻ യഅതി അവൻ വരും യൗമൽ ഖിയാമത്ത്, ഖിയാമത്ത് നാൾ ബിസ്സലാത്തിൻ നിസ്കാരവുമായിട്ട് വരും, വസിയാമിൻ നോമ്പുമായിട്ട് വരും, സകാത്തിൻ സകാത്തുമായിട്ട് വരും. നിസ്കരിച്ചില്ല, നോമ്പെടുച്ചില്ല, സകാത്ത് കൊടുത്തില്ല. കത് ശതമഹാദ, അവൻ ഈ മനുഷ്യന്റെ ചീത്ത പറഞ്ഞ വേണ്ടാത്ത ചൊന്നര. കഥഫഹാദ, ഇവന്റെ ചന്ദ്ര ഓന്റെ സംബന്ധിച്ച് കദ്ഫ് ചന്ദ്ര, കദ്ഫ് ചെന്നെങ്കിൽ വ്യഭിചാര ആരോപണാക്കടെ. വാക്കലമാലഹാദ, ഇതാ ഓന്റെ സ്വത്ത് ഓൻ തിന്നണം. വസഫക്കദമഹാദ, അതാ പിന്നൊരുത്തരെ ചോരയുടെ ഒലുകുവാട്ടി ചെന്ന അവന്റെ കൊന്നിര അല്ലെ കുത്തിര. വളറബഹാദ, പിന്നൊരുത്തരെ അടിച്ചിര, ദാ ഓന്റെ അടിച്ചിര. ഫയൂത ഹാദ മിൻ ഹസനാതി, അപ്പൊ ഉനക്ക് ഒരേ നിസ്കാരണ്ട് നോമ്പുണ്ട്, ഓന്റെ ചുറ്റുഭാഗത്ത് കുറെ ആൾ നിன்றார். എന്തേ ഒരുത്തരെ ഓൻ സ്വത്ത് വലിച്ചെടുത്തര, ഒരുത്തരെ കുത്തിര, പിന്നൊരുത്തരെ വേണ്ടാത്ത ചൊന്നര, പിന്നൊരുത്തരെ വ്യഭിചാര ആരോപ്പാക്കിര, അങ്ങനെല്ലാം നിன்றார். എന്നിട്ടോ ഫയൂത മിൻ ഹാദ മിൻ ഹസനാതി, ഇതാ ಹೊರತಾಗ ಓನಗ ಓಂಡೆ ಹಸನತೆ ಇರ್ತ. ಓನ್ ನಿಸ್ಕರಿಸಿದ್ರೇಮೋ ನೋಂಬು ಬಿಡಿಸಿದ್ರೇಮೋ ಅದರ ಸವಾಬ್ ಬಿಡ್ತ ಅವನು ಕೊಡ್ತದ್ದು. ವಹಾದಾಮಿನ್ ಹಸನಾತಿ, ಇಪ್ಪತ್ತೈದು ಓನಗ ಓಂಡೆ ಹಸನಾತಲ್ಲಿ ನೀವು എടുത്തുകൊടുത്തത്. ഫൈൻ ഫനിയത ഹസനാതു, ഓൻ ചെയ്ത സൽക്കർമ്മങ്ങളെല്ലാം തീർന്നു പോയെങ്കിൽ ഖബല അൻ യഖദിയ മാ അലൈഹി, ഓൻ അങ്ങനെല്ലാം കൊടുക്കില്ലതെല്ലാം കൊടുക്കടേക്ക് മുന്നേ തന്നെ ഓന്റെ സ്വത്ത് തീർത്ത്. അപ്പോ ഉഖിദ മിൻ ഖതായാവു, അങ്ങനെ അങ്ങാക്കിയ തപ്പടെ എടുത്തിട്ട് ഫതുരിഹതലി ഓനക്ക് ഇട്ട് കൊടുക്കുക. സുമ്മതുരിയ ഫിന്നാർ, എന്നിട്ട് ഓനെ നരകത്തിൽ ഇടപെടുന്നതാണ്. റവാഹു മുസ്ലിം. അപ്പൊ കുറെ നിസ്കാറുണ്ട്, കുറെ നോമ്പുണ്ട്, കുറെ സക്കാത്ത് ഉണ്ട്. പക്ഷേ ഓൻ കുറെ ആളെ വേണ്ടാത്ത ചൊന്നല, കുറെ ആളെ അഭിചാരോപ്പില്ല, കുറെ ആളെ അന്യായാക്കില്ല. അപ്പൊ അങ്ങനെല്ലാം ഓന്റെ സവാബ് എടുത്തുള്ളാറ്. ഓന്റെ സവാബെല്ലാം അങ്ക് പോയിത്ത്. ഏനാ അത് തീർന്നു പോകുമ്പോ അങ്ങാക്കിയ ദോഷങ്ങൾ ഓന് പൊറുക്കേണ്ടി വരും. ഓനായിട്ടിക്കട് മുഫ്ലിസ് എന്ന് സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിപാട്ടു. അപ്പോ ഞങ്ങൾ പിന്നറാർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നറാലെ ആരോപിച്ചൊന്നിട്ടുണ്ടെങ്കിൽ, പിന്നറാലെ മര്യാദ എടുത്തിട്ടുണ്ടെങ്കിൽ, പിന്നറാലെ സ്വത്ത് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആഖിറത്തിൽ അത് വീടാണ്ട് സാധ്യമേ അല്ല. അവിടെ പൈസ വേണ്ട, അവിടെ സ്വത്ത് വേണ്ട, അവിടെ സമ്പത്ത് വേണ്ട, പിന്നെ അവിടെ പിന്നെ ഇത് പ്രതിഫലമായിട്ടിക്കട് ഞങ്ങാക്കിയ നല്ലതിലെ തവാബുകളായിട്ടിക്കട് അതൊക്കെ വിഹിതിച്ച് പിന്നൊരാള് കൊടുത്തുവിട്ട് അതും തീർന്നിട്ട് അങ്ങനെ ദോഷങ്ങളൊക്കെ പൊറുക്കൊണ്ടിട്ടുള്ള ഒരവസ്ഥക്ക് എത്തിരാൻ കണ്ടെങ്കിൽ വലിയ നഷ്ടല്ലേ. ഓനായിട്ടിക്കട് മുഫ്ലിസ് അലക്ക ബർബാദായവന്ന് ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ല്. അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ, അള്ളാഹു സജ്ജനങ്ങളിൽ ഞങ്ങളെ പെടുത്തട്ടെ, അള്ളാഹു ഞങ്ങളെ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ. അതോടൊത്ത് എല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും സന്തോഷവും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.